അരുൺ വളരെ ഗൗരവവും ശരിയായിട്ടുള്ളൊരു കാര്യവുമാണ് പറഞ്ഞത്. നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിച്ചിരുന്ന തൊഴിൽ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിൽ വരുന്നവർ, നമ്മുടെ വാക്കിൻ്റെ പ്രത്യേകത പോലെ തന്നെ അവർ നമ്മുടെ നാട്ടിലെ അതിഥികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വരുന്നതിൻ്റെ ഒരു കൃത്യം രജിസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടാകണം. ഓരോ കരാറുകാരൻ്റെയും പേരിലാണ് അവർ വരുന്നതെങ്കിലും കുറഞ്ഞ വിധത്തിൽ അവർ താമസിപ്പിക്കാം എന്ന് കരുതരുത്. അവർക്ക് കൃത്യമായിട്ട് താമസിക്കുന്ന എവിടെയാണ് എന്നുകൂടി നമുക്കറിയണം. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ 17 പേര് താമസിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഇനിയിപ്പോൾ ബന്ധപ്പെട്ടവരെ കൂടി നേരിട്ട് കിട്ടുമ്പോഴാണ് കൃത്യമായ കണക്കറിയുക. 17 പേർ ഇത്തരമൊരു കെട്ടിടത്തിൽ, അതായത് താഴത്ത് ഒരു ടെറസും അതിൻ്റെ തൊട്ടും മീതെ ഓടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സൗകര്യവും ഉള്ള സ്ഥലത്ത് കിടക്കാം എന്നാണ് അവരെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് നിർബന്ധമായിട്ടും അരുൺ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു പരിശോധന നടത്താൻ വേണ്ടി പറയും. ജില്ലാ കളക്ടർമാരോട് ഇന്നു തന്നെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചന നടത്തി വില്ലേജ് ഓഫീസ് നിലവാരത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന, അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ നമ്മൾ വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾക്ക് പുറമെ വർണ്ണബിളായിട്ടുള്ള പോപ്പുലേഷനും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എടുത്തിരുന്നു. ഇതുകൂടി വളരെ ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും.